ആ വാടാ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഓ എരി ആ പറ, എന്നിട്ട് നിന്റെ പ്രശ്നം? സാർ, ഞാൻ ABC കമ്പനിയുടെ മെഡിക്കൽ ട്രിപ്പാണ്. അതിന് ഞാനിപ്പോൾ എന്നിട്ട് വേണ്ടേ? സാറിന് ഞാൻ കുറച്ച് മരുന്നുകൾ പരിചയപ്പെടുത്തി തരാം. 3-4 ടൈപ്പ് മരുന്നുകളുണ്ട് സാർ, എടുക്കട്ടെ? നിൽക്ക്. എടോ, തൻ്റെ കയ്യിൽ ബഡ്സ് ഉണ്ടോ? ബഡ്സോ? ഇല്ല സാർ. ഓ, അപ്പോൾ ഞാനത് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങണമായിരിക്കും. അടുത്താണ് വരുമ്പോൾ കൊണ്ടുവരാം സാർ. അപ്പോൾ അതുവരെ ഞാൻ ഈ പേന കുത്തിക്കയറണമായിരിക്കും. അതുവരെ എൻ്റെ പേര് തരാം സാർ. അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. ശരി. അതാ കാര്യം പറ. അതായി സാറേ, ഞങ്ങളുടെ മരുന്നുകളൊന്ന് പുഷ് ചെയ്ത് തരണം. കമ്മീഷൻ എത്ര കിട്ടും? സാറേ 10 തരാം സാർ. കൂടെ ഒരു സ്റ്റെതസ്കോപ്പും കൂടെ വെച്ചേക്ക്. വെച്ചോടൂ, ഇരിക്കട്ടെ. ശരി അപ്പോൾ കാണട്ടെ എൻ്റെ മരുന്നോളൂ. സാർ, ഇത് പനിക്കുള്ള മരുന്നാണ്, 100% സുരക്ഷിതം. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലടോ? ഇല്ല, അതാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്. ആ, തന്നെ പ്ലസ് അങ്ങോട്ട് മാറ്റി ചെയ്യാൻ. എൻ്റെ പ്ലസ് ഇല്ലാത്ത മരുന്നല്ല എനിക്ക്. എടാ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവണ്ടേ? നല്ല രോഗികളുണ്ടാവോ? ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ തനിക്ക് വല്ല പണി ഉണ്ടാവോ? ആൾക്കാർ മുഴുവൻ പയറുമണി പോലെ ഓടി നടക്കില്ലേ? ആ സാർ, ഇത് നോക്കൂ. ഇതെന്തുറ്റാ സാറേ, ഇത് വേദനയ്ക്കുള്ള മരുന്നാണ്, പക്ഷേ ദിവസത്തിൽ 1 പ്രാവശ്യം കഴിക്കാവൂ. കാന്തോണത്തിൽ കൂടുതൽ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാ? ഉവ്വ സാർ, ശ്വാസമുട്ടുണ്ടാവും. ആഹാ, എന്നാൽ ശ്വാസം മുട്ടലുള്ള മരുന്ന് കൂടച്ചോ. ആ ശരി സാർ, ഇതാണ് ശ്വാസം മുട്ടുള്ള മരുന്ന്. എടാ, ഈ ശ്വാസം മുട്ടലുള്ള മരുന്ന് കൂടുതൽ കഴിച്ചാൽ ഈ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാ? ഉവ്വ, ഷുഗർ കൂടും സാർ. അപ്പം തങ്കമ്മ കസ്തൂരിയുടെ നെല്ലിക്കലേഹം കുറേ ചിലവാകും. കൊള്ളാം. എടോ, താനി മരുന്ന് എവിടെ വെക്കാൻ പോണേ? അത് നീതി മെഡിക്കൽ സ്റ്റോറിൽ. നീതിയിൽ വെക്കല്ലേ, 10 പൈസ കമ്മീഷൻ കിട്ടില്ല. നീതിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ മാത്തൻ്റെ കടയുണ്ട്, നന്മ മെഡിക്കൽസ്. താൻ അവിടെ വെച്ചാൽ മതി. അവിടെ ആകുമ്പോൾ കമ്മീഷൻ പോകില്ലല്ലോ. എടോ, പിന്നെ അവിടെ മാത്രം വയ്ക്കാവൂ, വേറെ ഒറ്റ മെഡിക്കൽ ഷോപ്പിലും വെക്കരുത്. ആൾക്കാർ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വരണം. കമ്മീഷൻ സ്പ്ലിറ്റ് ആയി പോയതല്ലോ. ഏത് ശരിയാ. എടോ, തൻ്റെ കയ്യിൽ കൊളസ്ട്രോളിൻ്റെ വരുന്നുണ്ടോ? ആ ഉണ്ട് സാർ. ആ, നമുക്ക് കാണിച്ചാൽ. സാർ, ഇതാണ് കൊളസ്ട്രോളിൻ്റെ മരുന്ന്. അപ്പം താൻ എനിക്ക് കുറച്ച് കൊളസ്ട്രോളിൻ്റെ ആയുർവേദ മരുന്ന് ഉണ്ടാക്കി തരണം. അയ്യോ, ആയുർവേദ മരുന്ന് ഞങ്ങൾക്കില്ല സാർ. എടോ, ഇത് പൊടിച്ച് അതിൽ നമ്പൂരി പേസ്റ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആയുർവേദ മരുന്ന് ആവോ സാർ? ഓ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കണേ. എന്നിട്ട് പിന്നെന്താ സാർ നിർത്തിയേ? ആ, ആൾക്ക് 8,000 രൂപ കൂലി കൊടുത്തോണ്ടിരുന്നതാ. ഇപ്പോൾ 9,000 വേണത്രേ. ഓ, 8,000 രൂപയ്ക്ക് കാര്യം ജോലി ചെയ്യുമോ സാർ? എൻ്റെ പെണ്ണും പിള്ളയാ. 1000 രൂപയല്ലേ സാർ, കൂട്ടിക്കൊടുത്തൂടെ? കൂട്ടിക്കൊടുപ്പ് എനിക്കിഷ്ടമല്ല. താൻ ആദ്യം മരുന്ന് ഉണ്ടാക്കുക. ഓ, ഉണ്ടയാക്കി തരാം സാർ. എടോ, പിന്നെ സൈഡ് എഫക്റ്റിൻ്റെ മരുന്ന് കൂടെ അരച്ചെടുത്തോട്ടോ. ഷുഗറിൻ്റെ മറ്റേതൊക്കെ വെച്ചോ, രോഗികളുണ്ടാവട്ടോ. എന്നാലേ നമുക്കൊക്കെ പണി ഉണ്ടാവുള്ളൂ. ഇത് വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ. ഇല്ല സാർ, സാറിന് മാത്രമേ തരുള്ളൂ. അപ്പം ശരി. ഓക്കെ, ബൈ സാർ. എന്തോ മറന്നോലോ. ആ ഡോഡോ സാർ, താൻ അടുത്ത തവണ വരുമ്പോൾ ബഡ്സ് കൊണ്ടുവരാൻ മാർക്കെടുത്തിട്ടാ. ഓ അല്ലെങ്കിൽ വേണ്ട, താനിപ്പോൾ തന്നെ താഴെ പോയി വരാൻ മേടിച്ചുണ്ടാ. എത്ര നേരം പേന കുത്തിക്കരണം സാർ. വേഗം ചെല്ലടോ. നെക്സ്റ്റ് പേഷ്യൻറ്റ്. ഡോക്ടർ, ഇത് തങ്കപ്പേൻ്റെ റിസൾട്ടാണ് കേട്ടോ. എനിക്കിന്നിത്തിരി നേരത്തെ പോകണം. അതെന്തേ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണെന്ന്. എനിക്ക് സ്വർണ്ണം എടുക്കാൻ പോകണം. ആ, സ്വർണ്ണം എടുക്കാനാണോ? അതിന് നമ്മുടെ കൂട്ടുകാരൻ്റെ കടയുണ്ട്, ചാത്തൻസ് ഗോൾഡ്. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പണിക്കൂലിയും പണിക്കുറവും ഒന്നും എടുക്കാണ്ട് നല്ല വിലക്കുറവിന് സ്വർണ്ണം കിട്ടും. അതായാലോ? അതെ, തട്ടാമാർക്ക് കൂലി കൊടുക്കാണ്ട് സ്വർണ്ണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ വില കുറഞ്ഞ സ്വർണ്ണമൊന്നും വേണ്ട. ഞാൻ നല്ല സ്വർണ്ണം ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ നിന്ന് എടുത്തോളാം. വാങ്ങുന്ന സ്വർണത്തിന് കൊടുക്കുമ്പോഴും അതേ മൂല്യം കിട്ടണമല്ലോ. അതെന്തായാലും കൃഷ്ണ ജ്വല്ലറിയിൽ കിട്ടും. ആയിക്കോട്ടെ. അപ്പം ശരി, ഇതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ നോക്കണ്ട കേട്ടാ. ഓ, ചെല്ല്. ഓക്കെ, ഇങ്ങനെ കൈവച്ച് അപ്പം കമ്മീഷനാ. നെക്സ്റ്റ് പേഷ്യൻറ്റ്. 10 രൂപ കമ്മീഷൻ കിട്ടാൻ വെച്ചാൽ നടക്കില്ല. നമസ്കാരം ഡോക്ടർ. ആ വാടോ, ഇരിക്ക്. എന്താ പ്രശ്നം? എനിക്ക് ശബ്ദത്തിന് ഗാംഭീര്യം പോരാ, പഴയ പോലെ ഗാംഭീര്യം കിട്ടുന്നില്ല. താൻ ഗായകനാണോ? ഗായകനൊന്നുമല്ല. പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും 1-2 ഗ്രൂപ്പിൻ്റെ ആഡ്മിനാണേ. നമ്മുടെ ഗ്രൂപ്പിലെ യുവതലമുറ വഴി തെറ്റാതിരിക്കാൻ ഞാനാണ് ഉപദേശം കൊടുക്കാറുള്ളത്. ഓ, കരുതലമ്മാവൻ. എന്നിട്ട് യുവതലമുറയെ നേർവഴിക്ക് നടത്താൻ പറ്റിയ? ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കുറയുന്നതുകൊണ്ടായിരിക്കണം അവരിത്തിരി വഴി തെറ്റിയാ പോണേ. ഓ, എൻ്റെ ശബ്ദം മമ്മൂട്ടിയെ പോലെ നല്ല ഗാംഭീര്യമായിരിക്കണം. മമ്മൂട്ടിയുടെ? ഓഹോ,
നടുവേദനയുണ്ടോ? നടുവേദന ചെറുതായിട്ട്. ആ എഴുതാം. ചുമയുണ്ടോ? ചുമ ആ നല്ല ചുമയുണ്ടല്ലോ. ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല. ആ അതുണ്ടാക്കി തരാം. ദാ. ഓ 7 തരം മരുന്നുണ്ടോ? ഇതിനു മുൻപ് ഞാൻ 5-6 ഡോക്ടർമാരെ കണ്ടതാ. അവരൊന്നോ രണ്ടോ മരുന്ന് എഴുതും. ഡോക്ടർക്ക് മാത്രം എൻ്റെ സുഖേട് മനസ്സിലായി. നിന്റെ സുഖേട് എനിക്കല്ല മനസ്സിലാവൂ. ഡോക്ടറാണ് ഡോക്ടറെ. ഡോക്ടർ. ഒരു മിനിറ്റ്, 2 ഇഞ്ചക്ഷനും കൂടെ എഴുതിയാലോ? ആ ആയിക്കോട്ടെ ഡോക്ടർ. അപ്പോൾ ശരി ഡോക്ടർ. ഒരു മിനിറ്റ്, 2 ടെസ്റ്റ് നടത്തിയാലോ? ആ ആയിക്കോട്ടെ ഡോക്ടറെ. ഇപ്പോഴാ സമാധാനമായേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. കൂടുതൽ ആൾക്കാരെ കിട്ടോളൂ. ശരി ഡോക്ടറെ, താങ്ക് യു. നന്മ മെഡിക്കൽസ് കേട്ടോ. ഞാൻ ഇത്രയും നല്ല ഡോക്ടറായിരുന്നു, എനിക്കെന്നെ മനസ്സിലായില്ല. സുഷമ, നിനക്കെന്നെ പുച്ഛല്ലായിരുന്നേ? ആ നീയാ? നല്ല ബിസിനസ് നടന്നൂലേ? വാ, എന്തേ? സാറേ, നമ്മുടെ തെർമോമീറ്റർ വർക്ക് ചെയ്യണില്ല എന്ന് എത്ര തവണയായി പറയണേ? എണ്ണയില്ല. എണ്ണണ്ട, പുതിയത് വാങ്ങി തന്നാ മതി. ഡോക്ടറായിട്ടൊരു സ്റ്റെതസ്കോപ്പ് പോലെ ആയിരിക്കുന്ന എന്നോട്. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പുതിയ തെർമോമീറ്റർ വേണം. സുഷമേ, സുഷമ എത്ര വർഷമായി ഇവിടെ? ഞാൻ 10 വർഷം. ആ 10 വർഷം. എന്നിട്ട് പനി നോക്കണമെങ്കിൽ തെർമോമീറ്റർ വേണമെന്ന്. ആ കൈയെടുത്ത് നെറ്റിയിൽ വെച്ച് നോക്കിയാൽ അറിയാലോ പനി. ഇതാ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ആരെങ്കിലും കാണും? എന്നാ വേണ്ട, ആരും കാണാണ്ടായിക്കോട്ടെ. ഡോക്ടർ സമ്മതിക്കില്ല. ചെല്ല്. അപ്പൊ പഴയ തെർമോമീറ്റർ അത് കളയണ്ട, വരുന്നവരുടെ വായ തന്നെ കുത്തിക്കയറ്റ്. വരുന്നവർക്കൊരു വിശ്വാസമൊക്കെ തോന്നണ്ടേ? അപ്പൊ പുതിയതില്ലാന്ന്? OLX വല്ല സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ നോക്കട്ടെ. ഓ, ഇങ്ങനെ ഒരു പിശുക്കൻ ഡോക്ടർ. പിശുക്കുന്നുണ്ട്. ആ അടുത്ത ആള് പറഞ്ഞ. നമസ്കാരം ഡോക്ടർ. എനിക്ക് ഡോക്ടർ തോമസ് അബ്ദുള്ള കോലോത്ത്. എല്ലാവരും ഉണ്ടല്ലോ ഡോക്ടറെ? അതെ, എല്ലാവന്മാരും സൂക്കേട് ഞാൻ മാറ്റും. അപ്പോൾ സാറിന് സൂക്കേട് വന്ന ആരാ മാറ്റാ? ആ അത് ഞാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഡോക്ടറെ കണ്ടോളാം. എന്താ തൻ്റെ സൂക്കേട്? ഡോക്ടർ, എനിക്ക് ഭയങ്കര നടുവേദന. കുനിഞ്ഞ് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ ഭാര്യ എപ്പോഴും കൂടെ തന്നെ ഉണ്ടോടോ? ഉവ്വ, അതല്ലേ പുലിവാല്. ഓ, ഈ പ്രായമായില്ലേ, ഇനി കുനിഞ്ഞ് എന്തോ ചെയ്യാനാ? എന്തെങ്കിലും താഴേന്ന് പറക്കിയെടുക്കണ്ടേ? കയ്യെത്തും ദൂരത്തുള്ളത് പറയ്ക്കാ പോരെ, എന്തിനാ താഴേക്ക് പോണേ? സാറേ, ഇപ്പം മരുന്നില്ലേ? മരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞോ? മരുന്നുണ്ട്, നമുക്ക് ശരിയാക്കാന്ന്. ആ, ഒരു ഇവിടത്തെ എക്സ്റേ മെഷീനും സ്കാനിങ് മെഷീനും കേടായിരിക്കണം. അല്ലെങ്കിൽ കുറേ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്ത് പറ്റിയതാ? ഓ, എന്തിട്ട് പറയാനാ, കൊറോണ കാലത്ത് എല്ലാവരും മാസ്ക് ഇട്ട് കിടക്കല്ലായിരുന്നു. അതാണ് ആർക്കെങ്കിലും വല്ല അസുഖം ഉണ്ടായോ? ഒക്കെ തുരുമ്പെടുത്ത് പോയി. ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാ. അപ്പം പിന്നെ പുതിയത് വാങ്ങരുതാ? ആ വാങ്ങണം, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ വാങ്ങാം. അല്ല ഡോക്ടറെ, മറ്റേ കുന്ത്രണം വെച്ച് പരിശോധിക്കുന്നില്ലേ? എടോ, അതൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാരാണ് ഈ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് പരിശോധിക്കണേ. എനിക്ക് തന്നെ കണ്ടാൽ തന്നെ രോഗം അറിയാം. അമ്മയത്തെ കൈ വെച്ച് നോക്കിയാൽ ഞാൻ ഓ, നിങ്ങൾ പുലി. എടോ, എൻ്റെ നടുവേദനയ്ക്ക് ഞാൻ 3-4 മരുന്ന് എഴുതിയിട്ട് അത് കഴിച്ചാൽ മതി. പിന്നൊരു ഇഞ്ചക്ഷനും ഉണ്ട്. ഓക്കെ? ശരി ഡോക്ടർ. ഇതിൽ ആദ്യത്തെ 2 നടുവേദനയ്ക്കുള്ളതാണ്, 3ാമത്തത് ശ്വാസം മുട്ടിനുള്ളതാണ്. അതിനെനിക്ക് ശ്വാസം മുട്ടില്ലല്ലോ. ആ, ഈ 2 മരുന്ന് കഴിക്കുമ്പോൾ തൻ്റെ ശ്വാസം മുട്ടും. അപ്പോൾ 3ാമത്തെ മരുന്ന് ശ്വാസം മുട്ടിനുള്ളത് അത് കഴിക്കുക. അപ്പം ഈ 4ാമത്തെ മരുന്ന്? അതോ, ഈ 3 മരുന്നും കഴിക്കുമ്പോൾ തൻ്റെ ഷുഗർ കൂടും. അപ്പോൾ തങ്കമ്മ കസ്തൂരിയുടെ നെല്ലിക്കലേഹ് എഴുതിയുണ്ട്, ഒരു 3 ബോട്ടിൽ വാങ്ങിക്കോ. പിന്നൊരു ഈന്തപ്പഴലേഹ് എഴുതിയുണ്ട്, അതും വാങ്ങാം. അതെന്തിനാ? ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ തൻ്റെ ഷുഗർ അങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഇത്തിരി കൂട്ടണ്ടേ, അതിനാണ് ഈന്തപ്പഴലേഹ്യം. ഇത്തരം മരുന്ന് കഴിച്ചാൽ വയററിയില്ലോ, ഭക്ഷണം കഴിക്കണ്ടല്ലോ.
ആ അപ്പം ദഹനത്തിനൊരു മരുന്നും കൂടെ എഴുതാം. എന്താണ്? ദാ ഈ മരുന്ന് നമ്മുടെ നീതിയുടെ ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, നന്മ മെഡിക്കൽസ്. അവിടെ നിന്ന് വാങ്ങിക്കോ. മെഡിക്കൽ ഷോപ്പിൻ്റെ പേര് ഇവിടെ എഴുതിണ്ട്, മാറിപ്പോരുത്. നീതിയുടെ ഓപ്പോസിറ്റ് കേട്ടാ. നീതിയിലാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയാനെ. ഉവ്വാ, നീതിയുടെ ഡിസ്കൗണ്ട് കിട്ടും, പക്ഷേ ഈ മരുന്ന് കിട്ടില്ല. എന്നാ പിന്നെ അവിടെ കിട്ടണ മരുന്ന് എഴുതിയാൽ മതില്ലേ? അതിന് അവിടെ കിട്ടണ മരുന്നിനുള്ള അസുഖമായിട്ട് താൻ വാ. ഇപ്പോൾ താൻ പോ കേട്ടാ. ശരി. 500 നോട്ടാ, ചേഞ്ച് ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. ബാക്കി ബാക്കി ചില്ലറില്ല. ഒരു കാര്യം ചെയ്യ്, അടുത്ത തവണ വരുമ്പോൾ തനിക്ക് ഫ്രീ ചെക്കപ്പ്. പോ കുഴപ്പമില്ല, പൊക്കോ. ശരി. 500 രൂപ പോയി. ഡോ നീതിയുടെ ഓപ്പോസിറ്റ് നന്മ മെഡിക്കൽസ്, മാറിപ്പോയിരുന്നിട്ടാ. ആ ഇതൊക്കെ ഇനി എവിടെ ചെന്ന് കയറോ എന്തോ. നന്മ മെഡിക്കൽസ് ഡിസ്കൗണ്ട് കിട്ടുമോ സാർ അവിടെ? ആ കിട്ടും. 2 പാക്കറ്റ് മേടിച്ച് ഭക്ഷണത്തിന് മുമ്പ് കലക്കി കുടിച്ചോ, തൻ്റെ സൂക്കേടും മാറി കിട്ടും. കഷ്ടം. ഡോ തനിക്ക് മരുന്ന് വേണോ അതോ ഡിസ്കൗണ്ട് വേണോ? മരുന്ന്. ആ എന്നാ പോ. ആ നന്മ മെഡിക്കൽസ് അല്ലേ? നമ്മുടെ ഒരാളങ്ങോട്ട് വരും, ഒരു തങ്കപ്പൻ. ആ ഒരു 10,000-2,000 രൂപയുടെ മരുന്നുണ്ട്. ഒരു 2,500 രൂപ ബില്ലിട്ടിട്ട് 200 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തോ. ഡിസ്കൗണ്ടിൻ്റെ ആളാ. ആ നമ്മുടെ 500 രൂപ മാറ്റി വെച്ചോളട്ടോ, ഗൂഗിൾ പേ ചെയ്താലും മതി. ആ ശരി, അടുത്ത ആൾക്കാരും വിടാം. ഓ ശരി. എന്തൊരു ആർത്തിയ സാറിന്. മറ്റുള്ള ഡോക്ടേഴ്സിനൊക്കെ എത്തിക്സ് ഉണ്ട്, ഇത്ര ആർത്തിയില്ല. മറ്റുള്ള ഡോക്ടർമാരൊക്കെ കാശലവില്ലാതെ പഠിച്ച് ഡോക്ടറായതാ. ഞാനേ ലക്ഷങ്ങൾ ചിലവാക്കിയ ഡോക്ടറായത്. ആ കടം സുഷമ്മേ നീ വീട്ടോ? ഞാനെന്തിനു വിടണേ? ആണല്ലോ, സുഷമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനില്ലേ? ഉവ്വ ഡോക്ടർ. ആ അന്നാ പോയി കുത്തിവെക്കി. ശരി ഡോക്ടർ. പിന്നെ സുഷമ്മ രോഗികളെ കുത്തിയാൽ മതി, ഡോക്ടറെ കുത്താൻ വരണ്ടാട്ടാ. ചെല്ലു. ഇനി കുത്തണമെന്നും പറഞ്ഞു വാ. എൻ്റെ ദൈവമേ, എന്തെല്ലാം ദുരിതങ്ങളാ ചുറ്റും. ഇതിലും ഭേദാ ലക്ഷങ്ങൾ ചിലവാക്കി ഒരു മന്ത്രിയായാൽ മതിയായിരുന്നു. നെക്സ്റ്റ് പേഷ്യൻറ്റ്. ഇരിക്കേ. ആ പറയ്, എന്താ പ്രശ്നം? വല്ലാത്ത ചുമ ഡോക്ടറെ, പിന്നെ നെഞ്ചുവേദനയുണ്ട്, വയ്യ. വേറെന്താ? പിന്നെ തലവേദനയുണ്ട്. ഇവിടെ ജോയിൻറ്റിലൊക്കെ വേദനയുണ്ടോ? ആ ഷോൾഡർമേയൊക്കെ വേദനയുണ്ട്, ഇവിടെയൊക്കെ വേദനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പനിയുണ്ടോ? ആ ഉണ്ട് ഡോക്ടറെ, പനിയുണ്ട്. ഞാൻ 1-2 മരുന്ന് എഴുതാം. വേദനയ്ക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ശ്വാസം മുട്ടുണ്ടാവും, അതിനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഷുഗർ കൂടണമെങ്കിൽ കുറയാനുള്ള തങ്കമുഖശ്രീയുടെ ലേഹ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ഷുഗർ കുറയുകയാണെങ്കിൽ അത് കുറയും. ഷുഗർ കുറയുകയാണെങ്കിൽ ഈന്തപ്പഴത്തിലേക്ക് ഒരു 3 ബോട്ടിൽ മേടിച്ചോ. ഈന്തപ്പഴത്തിലേക്കാ? ഇതൊക്കെ അവിടെ ഒരു നീതിയുടെ ഓപ്പോസിറ്റ് ഒരു നന്മ മെഡിക്കൽസ് ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാൽ മതി. ശരി ഡോക്ടർ. പിന്നെ ഇതൊക്കെ മേടിച്ചിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം, കാരണം ഇതൊരു പുതിയ തരം അസുഖമാണ്. പക്ഷേ അതായത് വേറെ ഡോക്ടറെ കാണണം, സ്പെഷ്യലിസ്റ്റ്. ആണോ? അപ്പൊ ഡോക്ടർ ഇത് പഠിച്ചിട്ടില്ലേ? ഇല്ല, ഇത് പഠിപ്പിച്ചപ്പോൾ ഞാൻ വയറിളകി കിടക്കായിരുന്നല്ല. ചേച്ചി ഈ രോഗം സ്പെഷ്യലാണ്, ഇത് ചികിത്സിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തന്നെ വേണം. ഞാൻ കുറിപ്പ് തരാം, അതുകൊണ്ട് കാണിച്ചാൽ മതി. ആ കുരിപ്പുണ്ടെങ്കിൽ ഫീസ് എടുക്കണ്ടല്ലേ? കുരിപ്പല്ല, കുറിപ്പ്. പിന്നെ ഫീസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ചേച്ചി ആങ്ങളെയാണ് അവിടെ ഇരിക്കണേ. അപ്പൊ കൊടുക്കണല്ലേ? കൊടുക്കണം. കൊടുക്കാം. ആ ഇത് നന്മ മെഡിക്കൽസ്, നീതിയുടെ ഓപ്പോസിറ്റ്, അവിടെ നിന്ന് വാങ്ങണം. അതുകൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറുടെ കുറിപ്പുമായിട്ട് ഇങ്ങോട്ട് വരണം, മനസ്സിലായോ? ആ ഡോക്ടറുടെ കുറിപ്പായിട്ട് ഇങ്ങോട്ട് വരണം. ആ അപ്പൊ ഡോക്ടറുടെ ഫീസ്? അത് സാരില്ല, 250 രൂപ വന്നുള്ളൂ. ഓ എന്നാ 250. അപ്പൊ ശരി. അപ്പൊ പോട്ടെ ഡോക്ടറെ. ഡോക്ടറെ കണ്ടിട്ട് കുറിപ്പായിട്ട് ഇങ്ങോട്ട് വരണം കേട്ടാ. ഓരോ കുരിപ്പുകള് വരാവോ. അതെന്തിനാ ചേച്ചിനോട് കുറിപ്പടിയായിട്ട് വരാൻ പറഞ്ഞേ? പിന്നെ എൻ്റെ അസുഖത്തിന് നീ മരുന്ന് എഴുതി തരാ.
അസുഖ ആ പെണ്ണുമ്പിളയുടെ കുറിപ്പടി എനിക്ക് വേണമെന്ന്. കാരണം എനിക്ക് ഈ അസുഖം തന്നെയല്ലേ. ഒരു ഫീസ് വെറുതെ കളയണ്ടല്ലോ. ഏത് നമ്മുടെ അടുത്ത എന്റെ പൊന്നോ നമിച്ചു. ഡോക്ടറെ 3 ആഴ്ച മുന്നേ വന്നതാ. അസുഖം അതുവരെ മാറിയില്ല. പറഞ്ഞ മരുന്നെല്ലാം വാങ്ങിയില്ലേ? പോവാ. ഒരു പണി ചെയ്യാം, കുറച്ച് ടെസ്റ്റിന് എഴുതാം. ഓ, ഈ രക്തം, കഫം, മലം, മൂത്രം എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്. എന്നാ പിന്നെ തുപ്പലും കൂടി ടെസ്റ്റ് ചെയ്തേക്ക്. അത് ടെസ്റ്റ് ചെയ്യണം, മെഷീൻ കിടാന്നേ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യായിരുന്നു. നന്നായി. അപ്പൊ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആ ജംഗ്ഷനിലൊരു ലാബ് ഉണ്ട്, ലാബ് അവിടെ ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് മരുന്നുകൾ ചെയ്താം, അത് മേടിക്കേ. അതെന്തിനാ? റിസൾട്ട് കഴിഞ്ഞിട്ട് മരുന്ന് എഴുതിയ പോരെ? ടെസ്റ്റിന്റെ റിസൾട്ട് വരാനായിട്ട് 2 ദിവസം എടുക്കില്ലേ? അന്നേരം വയറ് കാലിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മരുന്ന് മേടിച്ചോ. അടിപൊളി. ഇത് ടെസ്റ്റ് ചെയ്യാനുള്ളത്, ഇത് മരുന്ന് മേടിക്കാനുള്ളത്. ശരി ഡോക്ടർ. അതെ, സൗജന്യ ചികിത്സ എടുത്തത് സർക്കാർ ആശുപത്രി അല്ല. അല്ല ഡോക്ടർ, അമ്മ 100 തന്നപ്പോ ചില്ലറയില്ല, അടുത്ത ചെക്കപ്പ് ഫ്രീ ആന്ന് പറഞ്ഞ. പേപ്പർ ഉണ്ടോ? ഇല്ല, അത് തന്നില്ല. അപ്പോ പിന്നെ ഫീസ് തരേണ്ടി വരും. ആ ശരി. എന്തുട്ടാണ്? ഫീസോ? തരാം, നല്ല കനത്തിലാ തരാം. അല്ല, തങ്കപ്പേട്ടനല്ലേ? ഇപ്പൊ ഓർമ്മയുണ്ട് അന്ന് 500 രൂപ വന്നത്? ഓർമ്മയുണ്ട്. ഞാനേ ഈ പ്രായത്തിൽ കുറെ ഡോക്ടർമാരെ കണ്ടു. ഇത്ര ആർത്തിയുള്ള ഡോക്ടർ ആദ്യമായിട്ടാ കാണും. എന്നെ പറഞ്ഞാ മതി. നല്ല കുഴിമത്തിണ്ടായിട്ട് പഴങ്കഞ്ഞി തേടി വന്നില്ലേ? ആ അപ്പൊ ശരി. അപ്പൊ ലാബ് മറക്കണ്ട. എന്തായാലും രോഗം എനിക്കായി പോയില്ലേ? ലാഭല്ലേ? നമ്മുടെ ഒരു പേഷ്യന്റ് കണ്ടിട്ടുണ്ട് കേട്ടാ, തങ്കപ്പൻ. എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ഞങ്ങൾ വരും. നമ്മുടെ വീട് മാറ്റി വെച്ചോളൂട്ടോ. ശരി. നെക്സ്റ്റ് പേഷ്യന്റ്. താനോ ബഡ്സും കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ഇരിക്കി. എന്ത് ഗൗരവം? ഇതെന്തോന്ന്? ജോഷി മാത്യു, വിജിലൻസ് ഡയറക്ടർ. കുറെ നാളായി തന്നെ കുറിച്ച് പരാതി കിട്ടിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. സാറേ, ഒരു MBBS പോലുമില്ലാത്ത ഡോക്ടറല്ലേ? എത്ര കാലം തുടങ്ങിയിട്ട്? സാർ, ഇനി ചികിത്സ ജയിലില്.